എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്നേ? ആണോ? എന്നിട്ട് ഇന്ന് എനിക്ക് എന്തുവാണ് ഉണ്ടായി തരുന്നേ? വേറെ അപ്പോൾ ഈ പറഞ്ഞതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, എൻ്റെ പിറന്നാൾ. കഴിഞ്ഞ ബർത്ത്ഡേ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇത് അടുത്ത വീഡിയോ, കഴിഞ്ഞ വീഡിയോയേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ വീഡിയോയ്ക്ക്. കാരണം കഴിഞ്ഞ വട്ടം എൻ്റെ കയ്യിൽ ഡെലൂലു ഇല്ലായിരുന്നു, ഈ വട്ടം എനിക്ക് ഡെലൂലു ഉണ്ട്. അപ്പം ഒരുപാട് സന്തോഷവും പിന്നെ അച്ഛനില്ലാത്തതിൻ്റെ ഒരു നല്ലൊരു വിഷമവും ഉള്ളൊരു ബർത്ത്ഡേ ആണ് ഈ കൊല്ലം. അപ്പോൾ എല്ലാത്തെയും പോലെ തന്നെ ഞാൻ വിചാരിച്ചതാ ഇവിടെ അമ്പലത്തിൽ പോവാന്ന്. അങ്ങനെ അനന്തവും വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ, അതായത് വെളുപ്പിനെ തന്നെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു 9:30 ആയപ്പോഴാണ് ഞങ്ങൾ പോകാൻ റെഡിയായത്. ഞാനും അനന്തവും നാരായണോടാണ് പോകുന്നത്. ഇവിടെ അടുത്തുള്ള പടയനിവട്ടത്ത് അമ്പലത്തിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ റെഡിയായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റാവുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഈ അമ്പലത്തിൽ ഞാൻ കുറേ വർഷമായി തൊഴാനായിട്ട് വന്നിട്ട്. ഉത്സവത്തിനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കുറേ വർഷമായി ഞാൻ അമ്പലത്തിനകത്ത് കയറിയിട്ട്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസം തോന്നി. കാരണം കുറേ കാലമായല്ലോ വന്നിട്ട്. എനിക്കപ്പോൾ അമ്പലത്തിൽ എവിടെ പോകണമെന്ന് അനന്ത് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് പടയനിവട്ടത്ത് പോകാനാണ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ വന്നു. അത്യാവശ്യം തിരക്കൊന്നും അങ്ങനെ വലിയ രീതിയിലില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഒരുപാട് ഇഷ്ടമായത് ഈ അമ്പലത്തിന് ചുറ്റും നല്ല തെറ്റി നട്ടിട്ടുണ്ട്. ചുറ്റും നല്ല തെറ്റിയാണ്. അങ്ങനെ വഴിപാടൊക്കെ ഞങ്ങൾ എഴുതി. തെറ്റി എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് ഭംഗിയെന്നോ. അതിനൊത്ത് ഭംഗിയാണ് അവിടുത്തെ ദേവിയെ കാണാനും. സത്യത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം വന്നതുകൊണ്ടാവും, എനിക്കറിയാൻ വയ്യ. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. തെറ്റി തൊടരുത്, തെറ്റിയുടെ കമ്പ് മുറിക്കരുത്, പൂ പറിക്കരുത്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് കണ്ടാലാരും തൊടാതിരിക്കത്തില്ല. ഞാൻ പറിച്ചു കളഞ്ഞതുമില്ല, കമ്പ് ഒടിച്ചെടുത്തോണ്ട് പോയിട്ടുമില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ഇത് കാരണം ഞാനത് തൊട്ടു. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. അമ്പലത്തിന് ചുറ്റും 4 ചുറ്റിനും തെറ്റിയാണ്. അതൊരു ഭംഗി തന്നെയാണ് കാണാൻ. ഏറ്റവും കൂടുതൽ ചുവന്ന തെറ്റിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചുറ്റമ്പലം തൊഴാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. നാരായണും അനന്തവും കൂടി ഒരുമിച്ച് പോവുക. ചുറ്റമ്പലം എല്ലാം തൊഴുതിട്ട് അകത്തും കയറി തൊഴുതു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിലൊരു ചോറൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തിരുമേനി അങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങൾക്ക് അത്രയും നേരം കൂടി അകത്ത് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അങ്ങനെ ചന്ദനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നാരായണനെ തൊട്ട് കൊടുത്തു. എനിക്കൊക്കെ തൊട്ട് തന്ന അനന്തു, പിന്നെ ഞാൻ അനന്തുവിനൊക്കെ തൊട്ട് കൊടുത്തു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് അമ്പലത്തിലൊരു കുഞ്ഞിന് ചോറ് കൊടുക്കുന്നതിൻ്റെ ചടങ്ങിന് വന്ന ആൾക്കാരാണ്. കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ, പക്ഷെ അത് കുടിക്കാനൊന്നും നിന്നില്ല. കാരണം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു നേരെ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനന്ത് ചോദിച്ചു, എന്നാൽ ഓച്ചിറയിലൂടെ പോയാലോ? കുറേ നാളായി പോയിട്ട്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഓച്ചിറയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓച്ചിറയിലൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്ത ഓച്ചിറ അമ്പലത്തിലോട്ട് വന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യത്തെ ആൽത്തറയിലോട്ട് കയറുമ്പോൾ തന്നെ നന്ദികേശനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്ദികേശന്മാരെയൊക്കെ തൊഴുതിട്ട് ആൽത്തറയിലോട്ടൊക്കെ കയറി. അങ്ങനെ തൊഴുതിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ചെണ്ടമേളവും അതൊക്കെ ആയിട്ട് നന്ദികേശന്മാരെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് അതിനെന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ അതൊക്കെ നോക്കി നിന്നിട്ട് അടുത്തടുത്തോട്ട് ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആൽത്തറയിലോട്ട് തൊഴാൻ വേണ്ടിയിട്ട് അനന്തവും നാരായണനും കൂടി കൈയൊക്കെ പിടിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. എല്ലായിടത്തും തൊഴുത് കഴിഞ്ഞ് അവസാനം കാവിലോട്ട് തൊഴാൻ പോകുന്നതിന് മുമ്പ് തന്നെ കടകൾ കണ്ടപ്പോഴത്തേക്ക് അനന്തുവിന് അങ്ങോട്ടൊരു ചാഞ്ചാട്ടം. കുറച്ച് നേരമൊക്കെ ഓരോന്ന് നോക്കിയെങ്കിലും ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് അനന്തുവിന് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നാരായണൻ്റെ പിന്നെ ഒരു ജെല്ലിയുടെ ഒരു ബോൾ വാങ്ങിച്ചു. അത് വാങ്ങിച്ചത് അതിലും രസമാണ്. നാരായണൻ അത് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കി ഒന്നങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ ഞങ്ങൾ വേറത് വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അനന്ത് കൊച്ചു പിള്ളേരുടെ കൂട്ടൊരു തോക്കൊക്കെ കിട്ടിയപ്പം അതും പിടിച്ച് കാണിക്കുന്ന പ്രകടനങ്ങളാണ് കൂടുതലും കാണാനുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാവിലോട്ട് പോയി. അങ്ങനെ കാവിലൊക്കെ പോയിട്ട് തൊഴുതു. ഇത് നമ്മുടെ ഓച്ചിറയിലെ പുണ്യപൂങ്കാവനമാണ്. ഇതിനകത്ത് നമുക്ക് നാളിന് ചേർന്ന വൃക്ഷങ്ങൾ, അതായത് മരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോ നാളിന് ചേർന്ന മരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി അങ്ങോട്ട് നടന്നു. അകത്തോട്ട് കയറിയില്ല, പുറത്തൂടെ നടന്നു. കാരണം പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. ഡെയിലി വീട്ടിൽ നല്ല മൂഷാട്ടായതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി നടക്കുകയാണ് ഞങ്ങൾ. അകത്തൊരു കട കണ്ടപ്പോൾ നാരങ്ങാവെള്ളം അവിടെ നിന്ന് കുടിക്കണോ വേണ്ടായോ എന്നുള്ള ആലോചനയിലാണ് ഞാനും അനന്തവും കൂടിയിട്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പുറത്ത് പോയിട്ട് വല്ലതും വെള്ളം കുടിക്കാം, കാരണം പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നു.
വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഡെലുലു നല്ല കരച്ചിലായിരുന്നു. അഞ്ജുവിൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത്. നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് കരയുമായിരുന്നു. അവൾക്ക് പിന്നെ നന്നായിട്ട് ഫീഡൊക്കെ ചെയ്ത് അവളെ ഒന്ന് കൂളാക്കി എടുത്തു. നാരായണന് പിന്നെ എന്തേലുമൊക്കെ എന്നെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഡെലുവിനെ ഇങ്ങോട്ട്, കാരണം കഴിഞ്ഞ വട്ടം ഡെലു ഇല്ല. എനിക്ക് ഈ വട്ടം കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഡെലു. അപ്പം അവളെ തന്നെ ഞാനെടുത്ത് കൈ വെച്ചിട്ടാണല്ലോ കേക്ക് മുറിക്കാൻ. പിന്നെ ഏട്ടൻ വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ അനന്തുവിന് കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ ആണല്ലോ. പിന്നെ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ എറണാകുളത്തു നിന്ന് പ്രശാന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളമാരുണ്ടായിരുന്നു. അവന്മാരില്ലാത്തൊരു പരിപാടിയില്ലല്ലോ. സെബിനും അപ്പൂസും മെയിനാണ്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തു. അഞ്ച് പിന്നെ വീഡിയോയിൽ വരാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. എങ്കിലും നമ്മൾ വിടത്തില്ലല്ലോ. അങ്ങനെ അവൾക്കും കേക്ക് കൊടുത്തു. കേക്ക് മുറി പരിപാടി കഴിഞ്ഞു. അടുത്ത പിന്നെ മെയിൻ പരിപാടി എന്താണ്? നമുക്ക് ഫുഡ് മുഖ്യമില്ലേ. ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു അമ്മയും അഞ്ചും കൂടിയിട്ട്. നല്ല ബിരിയാണി ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ആദ്യം തന്നെ അവന്മാരെ എല്ലാവരും ഇരുത്തി. അതിന് വിശന്ന് തല കിറുങ്ങിപ്പോയിരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ലെന്ന് വെച്ചാൽ എന്നാലും 2 മണി കഴിഞ്ഞായിരുന്നു ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക്. അങ്ങനെ എല്ലാവർക്കും ഫുഡ് വിളമ്പി. ബിരിയാണി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. പിന്നെ പപ്പടം, സലാഡ്, നാരങ്ങ അച്ചാർ, അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. സാധാരണ എല്ലാത്തെ പോലെ അപ്പൂസിന് അത്ര ആവേശം പോരായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അങ്ങോട്ട് പിടുത്തില്ല. പക്ഷെ അവൻ ആ ഫുഡിൽ കാണിക്കാത്ത പിടുത്തം അവൻ ആ കേക്കിലങ്ങ് പിടിച്ചു. പിന്നെ ഞാൻ അവന്മാരെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എന്നിട്ട് ഞാൻ സെബിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അപ്പോൾ അവൻ പറഞ്ഞു കൊള്ളാം. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ, നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പറയണം. ഞാൻ വീഡിയോ എടുക്കുകയെന്നറിയാവുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാന്യമായിട്ട് കഴിച്ച വ്യക്തിയാണ് അപ്പൂസ്. മാന്യത വിട്ടൊരു പരിപാടിയില്ല. ക്യാമറയിലോട്ട് നോക്കുന്നതുമില്ല. എത്ര തട്ടിയാലും മുട്ടിയാലും കൊന്നാലും അവൻ ക്യാമറ നോക്കത്തില്ല എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയിലാണ് അവനിരുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ അവനെ ഫോക്കസ് ചെയ്യാൻ പോയില്ല. പിന്നെ നാരായണമായിട്ടൊക്കെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നു. അങ്ങനെ അവന്മാർ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ഞാൻ നോക്കിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവന്മാർ എണീറ്റപ്പോൾ ഞാൻ കയറിയിരുന്നു. അങ്ങനെ കഴിക്കാൻ എഴുതി. കാരണം 2 മണി 2:30 കഴിഞ്ഞല്ലോ. വിശപ്പിൻ്റെ ഉൾവിളി അങ്ങ് നെറുകന്തലയിലെത്തി. അങ്ങനെ ഞാനും കഴിക്കാനിരുന്നു. അനന്ത് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് തന്നു ഗിഫ്റ്റായിട്ട്. അതിലൊരു ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം ഒരുവിധം ബർത്ത്ഡേ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇന്നേക്ക് ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.